ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാഷ്യൂനട്ട് പേട റെസിപ്പി ആയിട്ടാണ്. ഇത് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അണ്ടിപ്പരിപ്പാണ്. ഞാനിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന്റെ സെയിം അളവിൽ തന്നെ പാൽപ്പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം അനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഓരോ ടീസ്പൂണായിട്ട് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ ആവശ്യം വരും. ഇതൊന്ന് ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. കയ്യിലൊരൽപ്പം നെയ്യ് തടവിയിട്ട് നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാൻ. ഞാനിവിടെ ഒരു ആപ്പിൾ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കോട്ടിങ്ങിനായിട്ട് കൊടുക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. ഇതിലേക്ക് ഒരൽപ്പം റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇതൊന്ന് നടുവിലൊന്ന് പ്രസ് ചെയ്ത് ഒരു ആപ്പിൾ ഷേപ്പ് പോലെ ആക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മൊത്തമായിട്ടൊന്ന് ഇത് കോട്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് ചെയ്യുന്നത്. ബ്രഷ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് കിട്ടും. ഞാനിത് മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്